ചതയ നക്ഷത്രക്കാർ ഇൻഡിപെൻഡൻറ്റ് തിങ്കറാണ്. അവർക്ക് ആരെയും കീഴിൽ ഇഷ്ടമല്ല. ചതയ നക്ഷത്രക്കാർ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ചതയും ചതിക്കും, ചതഞ്ഞരയും, ചതിക്കപ്പെടും, ചതിക്കുകയും ചെയ്യും. സ്വന്തം രീതിയിൽ ജീവിക്കാൻ ആഗ്രഹമുള്ളവരാണ്. ആരുടെയും കൺട്രോൾ ഇഷ്ടമല്ല. ഡിഫറെൻറ്റ് മൈൻഡ് സെറ്റാണ്. സാധാരണ ആളുകളെ പോലെ നിങ്ങൾ ചിന്തിക്കുകയില്ല. യൂണീക്കായിട്ടുള്ള ഐഡിയാസ് നല്ല കൂടുതലാണ്. മോഡേൺ തിങ്കിങ് ആണ്. പ്രൈവറ്റ് പേഴ്സണാലിറ്റിയാണ്. ഒരു കാര്യം അങ്ങനെ തുറന്നു പറയാൻ സാധ്യതയില്ല. ഉള്ളിലെ കാര്യങ്ങൾ സീക്രട്ടായിട്ട് തന്നെ വെക്കും. സഡൻ ലൈഫ് ചേഞ്ച് എന്തായാലും ഉണ്ടാവും. ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആൻഡ് ഡൗൺസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സഡൻ സക്സസ് അല്ലെങ്കിൽ സഡൻ ലോസ് ഉണ്ടാവാനും സാധ്യതയുണ്ട്. ടെക്നിക്കൽ അനലറ്റിക്കൽ എബിലിറ്റി ഒക്കെ നന്നായിട്ടുണ്ട്. ടെക്നോളജി, റിസർച്ച്, IT, ഓൺലൈൻ ഫീൽഡ് ഇതെല്ലാം നല്ലതാണ്. ഇമോഷണലി ഡിറ്റാച്ച്മെൻറ്റ് എല്ലാവർക്കും ഉണ്ടാവും. കാരണം പുറത്ത് നല്ല കൂൾ തന്നെയാണ്, പക്ഷേ ഉള്ളിൽ എപ്പോഴും ഒറ്റപ്പെട്ട അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ട്. നിങ്ങളുടെ വീക്ക്നെസ് ഒരുപാട് ആലോചിച്ച് കൂട്ടിക്കൊണ്ടേയിരിക്കും. അതൊരു വീക്ക്നെസ്സാണ്. എപ്പോഴും ഒറ്റപ്പെട്ടു എന്നുള്ള ഐസൊലേഷൻ ടെൻഡൻസി നല്ല കൂടുതൽ തന്നെയാണ്. ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ജോലി നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഫീലിങ്സ് ഉണ്ടാവുമായിരുന്നു. അതുകൊണ്ട് വേറെ ജോലി നോക്കിയാലോ എന്നുള്ള ആലോചന ഉണ്ടായിരുന്നു. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് സാമ്പത്തികം വന്നില്ല. പെട്ടെന്ന് എക്സ്പെൻസ് അറിയാണ്ട വന്നു. റിലേഷൻഷിപ്പിൽ കുറച്ച് ഡിസ്റ്റൻസ് എന്തായാലും ഉണ്ടായിരുന്നു. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പും ഉണ്ടായിട്ടുണ്ട്. മാനസികമായിട്ട് നോക്കുകയാണെങ്കിൽ ഒറ്റപ്പെട്ട അവസ്ഥയുണ്ടായിരുന്നു. ഓവർ തിങ്കിങ് ഉണ്ടായിരുന്നു. ഭാവിയിൽ എന്ത് സംഭവിക്കുന്നുള്ള ടെൻഷനും ഉണ്ടായിരുന്നു. മാർച്ച് 2026 കരിയർ പരമായിട്ട് ഫസ്റ്റ് ഹാഫിൽ ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാണ്. എല്ലാ കാര്യങ്ങളും സ്ലോ തന്നെയായിരിക്കും. വർക്ക് ചെയ്യാനും ഇൻട്രസ്റ്റ് കുറവാണ്. അതുകൊണ്ട് ഫോക്കസ് കുറച്ച് നന്നായിട്ട് തന്നെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. സെക്കൻഡ് ഹാഫിൽ പെട്ടെന്നൊരു ഓപ്പർച്യൂണിറ്റി ചാൻസ് നിങ്ങൾക്ക് കാണുന്നുണ്ട്. IT, ഓൺലൈന്, ഫോറിൻ റിലേറ്റഡ് വർക്ക് ബെനിഫിറ്റൊക്കെ നന്നായിട്ടുണ്ട്. ജോബ് ചേഞ്ച് ശ്രമിക്കുന്നവർക്ക് പോസിറ്റീവായിട്ടുള്ളൊരു റെസ്പോൺസാണ് കാണുന്നത്. പക്ഷേ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ തന്നെ മാർച്ച് 21 ശേഷം മാത്രം ചെയ്യുക. ബിസിനസ് പരമായിട്ട് ഓൺലൈൻ ഡിജിറ്റൽ ബിസിനസ്സൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നല്ല സ്കോപ്പ് നിങ്ങൾക്ക് കാണുന്നുണ്ട്. പുതിയ ഐഡിയാസൊക്കെ ഈ മാസം അവസാനം നിങ്ങൾക്ക് ഗുണം ചെയ്യും. അതുപോലെ പാർട്ട്ണർഷിപ്പ് ആയിട്ടുള്ള ബിസിനസ്സൊക്കെ അവോയ്ഡ് ചെയ്യുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാർച്ച് അവസാനത്തേക്ക് നീട്ടിവെക്കുക. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ എന്തായാലും എക്സ്പെൻസ് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യണം. മാർച്ച് 22 ശേഷം ഫിനാൻഷ്യലി എന്തായാലും ഇമ്പ്രൂവ് ചെയ്യണം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ഇൻകം വരാൻ സാധ്യത എന്തായാലും ഉണ്ട്. ക്രിപ്റ്റോ സ്റ്റോക്ക് ഇൻട്രസ്റ്റ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. റിസ്ക്കാണ്. കെയർഫുള്ളായിട്ട് തന്നെ മുന്നോട്ട് പോവുക. റിലേഷൻഷിപ്പിൽ എന്തായാലും ഇമോഷണലി ഡിസ്റ്റൻസ് എന്തായാലും വെക്കണം. ഒറ്റയ്ക്ക് ആണെന്നുള്ള ഫീൽ എന്തായാലും കൂടുതലും ഉണ്ടാവും. സെക്കൻഡ് ഹാഫിൽ പുതിയൊരു കണക്ഷൻ കിട്ടും. അപ്പോൾ ഓൾഡ് റിലേഷൻഷിപ്പ് എന്തായാലും കുറച്ച് ഇമ്പ്രൂവ് ആവും. നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് പ്രണയം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഓൺലൈനിലൂടെ. ഫാമിലി ഓറിയന്റഡ് പേഴ്സൺ ആണെങ്കിൽ ഫാമിലി പറയുന്നത് കേൾക്കുന്നതാണ് ഇപ്പോൾ നല്ലത്. മാസം അവസാനമാകുമ്പോൾ നല്ലൊരു സപ്പോർട്ട് അവരുടെ നിന്ന് ലഭിക്കും. ആരോഗ്യം നോക്കുകയാണെങ്കിൽ ആൻസൈറ്റി, സ്ലീപ്പ് ഇഷ്യൂ ഒക്കെ ഉണ്ട്. എപ്പോഴും 8 മണിക്കൂർ അതിൽ കൂടുതലോ ഉറങ്ങുന്നത് നിങ്ങൾക്ക് നല്ലത് തന്നെയായിരിക്കും. ഞരമ്പിന്റെ പ്രശ്നങ്ങൾ കുറച്ച് കാണുന്നുണ്ട്. സ്ക്രീൻ ടൈം നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്യണം.